സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. നമ്മൾ വീണ്ടും വന്നിരിക്കണേ മൈൻക്രാഫ്റ്റിന്റെ അടുത്ത വീഡിയോ. നമ്മൾ ഇന്ന് ഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ട്രേഡിംഗ് ആളാക്കാനായിട്ട് ഷിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആവശ്യമുള്ള കംപ്ലീറ്റ് റിസോഴ്സും ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സാധനം മതി നമുക്ക് ആ വില്ലേജ് ട്രേഡിംഗ് ആൾ ഉണ്ടാക്കാനായിട്ട് 32 വർക്ക് സ്റ്റേഷൻ വെക്കാൻ പറ്റും. ഇത്രയ്ക്ക് വർക്ക് സ്റ്റേഷനാണ് ആവശ്യം വെക്കാന്ന് വിചാരിക്കണേ. ഇതൊക്കെ മതിയാവും ഗൈസ്. എന്തായാലും പിന്നെ നിങ്ങൾക്ക് അവിടെ നോക്കി ഒരാളെ കാണാൻ പറ്റും ഗൈസ്. നമുക്ക് ആദ്യമായിട്ട് ഒരു ഫ്രണ്ടിൽ കിട്ടിയേക്കണേ ഇതന്നെ പോണ് പോലടാ വെയിറ്റിടാ പോണ് ഗൈസ്. നമുക്ക് കുതിരനെ എനിക്ക് മുന്നത്തോട്ടം മഴ പെയ്തപ്പോൾ കിട്ടിയതാണ് ഗൈസ്. ആകാശത്ത് നിന്ന് പൊട്ടി മുളച്ചതാണെന്ന് തോന്നുന്നു. ഒരിക്കലും മഴ പെയ്യുന്ന സമയത്ത് ഇടിമിന്നൽ വന്നു ഗൈസ്. അതിപ്പം തന്നെ ഒരു 5-6 സ്പോൺ ചെയ്യും. അതിന്റെ മേലെ സ്കെൽട്ടൻസും അങ്ങനെ സ്കെൽട്ടൻസിന്റെ കൊല്ലം വകയിൽ ബാക്കി 4 ചത്തുപോയി. ബാക്കി ഒരെണ്ണം മാത്രം ബാക്കി ഉണ്ടായുള്ളൂ. അതിന് ഞാൻ സാഡിലോട്ട് ടൈം ചെയ്തിട്ടുണ്ട്. സാധാ കുതിരയില്ല ഗൈസ്, നമുക്ക് അവിടെ വേറെ കുതിര തന്നെ കിട്ടും. പക്ഷേ ഈ കുതിര കുറച്ച് സ്പെഷ്യലാണ് ഗൈസ്. ഈ കുതിരനെ വെള്ളത്തിൽ ഓടിക്കാൻ പറ്റും. കാരണം സാധാ കുതിരൊന്നും വെള്ളത്തിൽ ഓടില്ല. ഈ കുതിരയ്ക്ക് അതൊന്നും പ്രശ്നമല്ല. ഇത് കരയോട് വെള്ളത്തിലൊക്കെ ഓടും. ഇനി വെള്ളമൊന്നും ഒരു പ്രശ്നമല്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഈ കുതിരനെ ടൈം ചെയ്യുന്നത് വെച്ചാൽ സാധാ കുതിര ഇങ്ങനെ വെള്ളത്തിനുള്ള കയറി പോയില്ലേ. നമുക്ക് വെള്ളത്തിനുള്ള പോകണമെങ്കിൽ കയറ് കെട്ടി വലിക്കാനൊക്കെ നിൽക്കണം ഗൈസ്. ഇതിനാണെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല. അതിനവിടെ നടന്നോളാം ഗൈസ്. അത് നടന്നോട്ടെ. നമുക്കിപ്പോൾ വില്ലേജസിന് ഒരുപാട് പരിപാടി നോക്കാം. പരിപാടി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വില്ലേജ് വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ നോക്കാൻ പറ്റും ഗൈസ്. കുറെ അധികം വന്നിട്ടുണ്ട്. 2 കുട്ടികളും വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിന് തന്നെ നമുക്ക് വില്ലേജസിനെ അങ്ങോട്ട് കയറ്റണം. അപ്പോൾ അതിന് കുറച്ച് ടെമ്പററി ബ്ലോക്ക് ആണല്ലോ. നമ്മളെന്തിനാണ് ഗൈസ് പേടിക്കുക? നമ്മുടെ അടുത്ത് വുഡ് ഫാം ഇല്ലേ? ഒരു വുഡ് എടുക്കുക, ബാങ്കാക്കാം, വേണ്ടി ഒരുമിക്കുക. ഓക്കെ, റെയിലെടുത്ത് കുറച്ച് പവർ റെയിലും കുറച്ച് റിസ്റ്റോൺ, ഇത്ര സാധനങ്ങൾ മതി. നീ ഇവിടുന്ന് അടിക്ക് ഇറക്കുന്ന എങ്ങനെയാ? ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചാൽ മതി എന്ന് തോന്നണ കയറ്റത്തേക്ക് തന്നെ കൊണ്ടുപോവാ. അപ്പോൾ ആദ്യത്തെ ആള് ഇതിനുള്ളിലേക്ക് ഇപ്പോൾ റെയിൽ കംപ്ലീറ്റ് ആയി. നമുക്ക് ഇനി പവർ ചെയ്യാം. അപ്പോൾ ഇനി ഒരെണ്ണം അവിടെ വെച്ചിട്ടുണ്ട്, ഒരെണ്ണം ഇവിടെ വയ്ക്കാം. പിന്നെ ഒരെണ്ണം ഇവിടെ ഇരുന്നോട്ടെ, ഒരെണ്ണം ഇവിടെ. കയറ്റത്ത് വയ്ക്കാൻ പറ്റുമോ? ഇത് പൊട്ടിച്ചിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അടിച്ചോട്ടെ. കയറ്റത്തിൽ 2 വയ്ക്കാൻ ചിലപ്പോൾ കയറില്ല വണ്ടി. ഇവിടെ ഇരുന്നോട്ടെ. സ്ഥലത്ത് മതി തോന്നുന്നുണ്ട്. ഇത് വായിക്കാൻ പൊന്തി കയറ്റാവുന്നുള്ളൂ. ടോർച്ച് രാവിലെ ഉണ്ട്. നമുക്ക് ഇനി വർക്കാവേണ്ടതാണ്. ഞാൻ ഈ ബട്ടൺ ഞെക്കുമ്പോൾ ഒരാൾ വരണം. ഓക്കെ, സെറ്റ്. വന്നു ഇതേ പോണ് വെയിറ്റ് ഇടാം. ഞാനുണ്ട്. സുഖമായിട്ട് കയറിപ്പോയി. ഞാൻ അവിടെ മര്യാദയ്ക്ക് എത്തിയോന്ന് മാത്രം നോക്കിയാൽ മതി നമുക്ക്. ഓക്കെ, ആ പോയി ഒന്ന് പൊയ്ക്കോ. നമ്മൾ ട്രാപ്പ് പൊട്ടി അവിടെ സോഡോ കാരട കയ്യിലുണ്ട് പിടിക്കണേ. കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നുണ്ട് ആൾക്ക്. ചെറുതായിട്ടൊരു അടി കൊണ്ടുണ്ട്. അത് വലിയ സീനില്ലാന്ന് തോന്നുന്നു. ഇത് വർക്ക് സ്റ്റേഷൻ എടുത്തിട്ടാണ് ഗീസ്. കൊണ്ടുവരണ വില്ലേജസിന് അപ്പം തന്നെ ജോലി എടുക്കാം ഗീസ്. അല്ലെങ്കിൽ കുറച്ച് പണിയാവും ഇത് ലാസ്റ്റ്. ഫസ്റ്റത്തെ റോയിൽ നമുക്ക് ഫസ്റ്റത്തെ ഫ്ലോറിൽ നമുക്ക് ഈ സാധനങ്ങൾ വയ്ക്കാം. ഓക്കെ, അതാണ് നമുക്ക് കൂടുതൽ ആവശ്യം വരുന്ന സാധനങ്ങൾ. ബ്ലാസ്റ്റ് ഫർണസ്. ഓക്കെ, ജോലി എടുത്തു. അതിന് കുറച്ച് വില കൂട്ടി കേസ്. അത് കൊല്ലേണ്ടി വരുമോ? കുറയ്ക്കുന്നു തോന്നുന്നു കേസ്. അത് കുറച്ചാൽ മതിയായിരുന്നു. ഞാൻ അടുത്തത് ഇവിടെ ബ്രോ അവിടെ കൈനടി പോയി തോന്നുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഓടാ. ഓക്കെ, അതെടുത്തുണ്ട്. നമ്മൾ 2 വില്ലേജ് ട്രാപ്പ് ആക്കിണ്ടേ. ഇയാൾ കൂടിയും ഫാർമറിൻ്റെ ജോലി എടുക്കാം. ഇയാളും ഫാർമറായിട്ട് നമുക്ക് ട്രേഡ് ചെയ്ത് അടുത്ത ലെവൽ വരെ എത്തിക്കണം ഗൈസ്. ഗോൾഡൻ കാറ്റ് തരണ ലെവൽ വരെ എത്തിക്കണം. അത് കുറച്ച് കഷ്ടപ്പാടുള്ള പരിപാടിയാണ് ഗൈസ്. കാരണം ഇവന്മാര് പൊട്ടാറ്റയ്ക്കും ഇട്ടിട്ടൊക്കെയാണ് ഗൈസ് ട്രേഡ് തരണേ. ഇത് ക്യാരറ്റിനും ബീറ്റിനും. ക്യാരറ്റിനും പൊട്ടാറ്റയും നമ്മൾ 2 ഗൈസ്. ക്യാരറ്റും ഓക്കെ, അത് നമുക്ക് വലിയ സീനില്ല. എന്നിട്ട് നോക്കാം ഗൈസ്. ഓക്കെ, 2 വില്ലേജസ് ആയിട്ടുണ്ട്. ഈ 3ാമത്തെ വില്ലേജർ ഇവിടേക്ക്. ഇവന്മാരിപ്പോൾ നമുക്ക് വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടാക്കണ്ടേ. സാധാരണ വില്ലേജസിന് വെച്ചാൽ മിക്ക പണിയും തലവേദന പിടിക്കുന്ന ഗൈസ് ആവാറ്. ഇത് കുറച്ച് സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഇതുപോലെ തന്നെ പോയാൽ മതിയായിരുന്നു ഗൈസ്. ബാക്കിയല്ല ഇതൊരു വന്നിട്ടുണ്ട് ഇവിടെ. നമ്മൾ ഇയാൾ ആർമറാക്കിണ്ട്. ഇയാളെ നമുക്ക് പിന്നെ ആർമറൊക്കെ തരും. ഡയമണ്ടിന്റെ ഫുൾ ആർമർ നമുക്ക് ഇയാളിൽ നിന്ന് വന്ന് വാങ്ങാൻ പറ്റും ഗീസ്. ഓക്കെ, അടുത്ത വില്ലേജർ ഇവിടെ ആർമറർ. ഇയാളും നമ്മുടെ വില്ലേജർ തീർന്നു ഗീസ്. വണ്ടർഫുൾ. നമുക്ക് അടുത്ത വില്ലേജേഴ്സ് വരണം. അപ്പോൾ ഇനിയും കുറേ ടൈം വെയിറ്റ് ചെയ്യണം. പിന്നെ ഇതുകൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രേഡിങ് ഹാൾ കംപ്ലീറ്റ് ആയി ഗൈസ്. ഇയാളായിരുന്നു നമ്മുടെ ലാസ്റ്റത്തെ ആളിപ്പോൾ നല്ല ട്രേഡ് നല്ലതാണ് ഗൈസ്. നമ്മൾ അതൊന്നും പൊട്ടിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആൾ വേറെ ട്രേഡ് എടുക്കറാ. ഓക്കെ, വേറെ ട്രേഡ് തരും ഗൈസ്. അങ്ങനെ നമ്മൾ നോക്കി നല്ല ട്രേഡ് എടുക്കണം. അങ്ങനെ ടോട്ടൽ നമ്മുടെ ട്രേഡിങ് ഹാളിൽ ഇപ്പോൾ 32 വില്ലേജസിനെ കൊണ്ടിട്ടുണ്ട് ഗൈസ്. ഫസ്റ്റത്തെ സെക്കൻഡത്തെ ഫ്ലോർ ആയിട്ട്. ലൈബ്രറീസ് ഇത്ര മതിയൊന്നും എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. കാരണം നമുക്ക് കുറേ എൻചാൻമെൻ്റ് ഒക്കെ വാങ്ങാനുള്ളതാണ്. ഇത്ര പോരെങ്കിൽ നമുക്ക് ഇനിയും ഓപ്ഷൻസ് ഉണ്ട് ഗൈസ്. ഇനി ഇത്ര പോരെങ്കിൽ നമുക്ക് ഇവിടെ കൂടി കുത്തി അടിയോടും ഈ
ഈ ഫ്ലോർ ഉണ്ടാക്കിയ പോലെ തന്നെ ഇവിടെ ഒരു കുഴി അടിയിലൂടെ ഒരു ഫ്ലോർ ഉണ്ടാക്കാം ഗൈസ് നമുക്ക്. ഇനി വില്ലേജ് വേണമെങ്കിൽ ഇത് മതി എന്ന് തോന്നണം ഗൈസെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ട്രേഡിങ്ങുകൾ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. ഇനി നമുക്ക് ഇവന്മാരെ ട്രേഡ് ചെയ്ത് ഓരോ ലെവലൊക്കെ അൺലോക്ക് ചെയ്ത് റിച്ച് ആവണം ഗൈസ്. പിന്നെ നമുക്ക് നമ്മുടെ ആർമർ സോഡ് ഒന്നും കിട്ടാൻ വലിയ കഷ്ടപ്പാടൊന്നുമില്ല ഗൈസ്. ഇവന്മാരെ ട്രേഡ് ചെയ്ത് കുറച്ച് റിച്ച് ആയി അവിടെ നിന്ന് സാധനം നമുക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങാൻ പറ്റും ഗൈസ്. അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യും. നമുക്ക് ഡയമണ്ടിൻ്റെ ആർമർ ആണെങ്കിൽ പിക്കാക്സ് എടുത്ത് മൈൻ ചെയ്യാൻ പോകണ്ട, ഈ മണ്ണന്മാരുടെ നിന്ന് വാങ്ങിച്ചാൽ മതി. അതെ ഗൈസ്, അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത എപ്പിസോഡ് ആകുമ്പോൾ ഞാൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതിൽ ബൈ ഗൈസ്.